ഞങ്ങളുടെ പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്കായതായി ഉറപ്പുവരുത്തുക. നന്ദി. മുതലും ദൃക്സാക്ഷിയും തിയേറ്ററുകളിലെത്തി പ്രേക്ഷക പ്രതികരണങ്ങളും വന്നു. സംഭവം തകർത്തതായി ആരാധകർ പറയുന്നു. ആദ്യത്തെ സിനിമ ഹിറ്റായ സംവിധായകർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് രണ്ടാമത്തേത്. ഇവിടെ ദിലീഷ് പോത്തന് അതിന്റെ ആവശ്യമില്ല. കാരണം മഹേഷിന്റെ പ്രതികാരം എന്ന ആദ്യ സിനിമ എ ദിലീഷ് പോത്തൻ മൂവി എന്ന് അന്തസ്സോടെ ഒരൽപ്പം അഹങ്കാരത്തോടെ പറയാൻ പറ്റിയ ഒന്ന് തന്നെയായിരുന്നു. എന്തായാലും മഹേഷിന്റെ പ്രതികാരം എന്ന ബാധ്യതയില്ലാതെ പുതിയ ഒരു സിനിമ കാണാനെന്നോണം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച ആരാധകരെ നിരാശരാക്കിയിട്ടില്ല. ഇടുക്കിയുടെ ഗ്രാമീണ ജീവിതത്തെയും ഭൂപ്രകൃതിയെയും പ്രത്യേകതകളുമൊക്കെ കഥ പറച്ചിലിന് ഭാഗമാക്കിയ മഹേഷിന്റെ പ്രതികാരത്തിൽ പോലെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും കാസർഗോഡാണ് ചിത്രീകരിച്ചത്. മലയാള സിനിമയിൽ കാസർഗോഡൻ അന്തരീക്ഷം അധികം വന്നിട്ടില്ല. കഥ നടക്കുന്ന പ്രദേശം സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന കഥ പറയാൻ ആ നാടും ആ നാടിന്റെ സവിശേഷതകളും അവിടെയുള്ളവരുടെ ജീവിത രീതിയും പരാമർശിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ വേണമെന്ന് തോന്നിയില്ല. ഈ കഥ ഏത് പ്രദേശത്തും പ്ലേസ് ചെയ്യാവുന്ന ഒന്നാണ്. എറണാകുളത്ത് സംഭവിച്ചാലും കോഴിക്കോട് സംഭവിച്ചാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പ്ലോട്ടിനെയും കഥാപാത്രങ്ങളെയും കേന്ദ്രീകരിച്ച് നീങ്ങുന്ന സിനിമയാണ് ഇത്. ഇടുക്കിയിലെ പ്രകാശ് സിറ്റിയിലെ ഒരു കൂട്ടം മനുഷ്യരുടെ കഥ എന്നതിനൊപ്പം ആ പ്രദേശത്തിന്റെ കഥ തന്നെയായിരുന്നു മഹേഷ്. 3-4 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന 3-4 വ്യക്തികൾക്കുള്ളിൽ നടക്കുന്ന കഥയാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. സിനിമയിലെ പല പ്രധാന കഥാപാത്രങ്ങളും കാസർഗോഡുകാരല്ല. മഹേഷിന്റെ പ്രതികാരത്തെക്കാൾ റിയലിസ്റ്റിക് ആണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. മഹേഷിനേക്കാൾ സിനിമാറ്റിക് എലമെന്റ് കുറവാണ് ഈ സിനിമയിൽ. അത് ഈ പ്ലോട്ടിന്റെ പ്രത്യേകത കൊണ്ടാണ്. കുറെ കൂടി റിയലിസ്റ്റിക് പരിചരണമാണ് ഈ കഥയിൽ ഉള്ളത്. രാജീവ് രവിയുടെ ഛായാഗ്രഹണം ഒരിക്കലും ഈ സിനിമയ്ക്ക് മുകളിൽ മുഴച്ചു നിൽക്കില്ല. ഒരു സിനിമാറ്റോഗ്രാഫറും സമ്മതിക്കാത്ത ഷോട്ടുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയുടെ ബാധ്യതകളില്ലാതെ ഈ സിനിമ കണ്ടാൽ കൂടുതലായി ആസ്വദിക്കാനാവുമെന്നാണ് വിശ്വാസം. മഹേഷ് കാണാൻ എത്രത്തോളം സ്വതന്ത്രമായാണോ വന്നത് അതുപോലെ പുതിയൊരു ചിത്രമായി മറ്റൊരു മുൻവിധിയുമില്ലാതെ ഈ സിനിമ കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കൂടാതെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഗോസിപ്പുകൾക്കും റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണവും പുതിയ റിലീസ് സിനിമകളുടെ റിവ്യൂവിനും സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളം ക്രിയേഷൻസ്.